നമസ്കാരം, എല്ലാവർക്കും AKM ട്രേഡിംഗ് ഗ്രൂപ്പ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നടക്കുന്ന റൂമറിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു 30% ടാക്സ് വരുത്തുന്നുണ്ട്. അതായത് F&O ട്രേഡിങ്ങിനും 30% ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നുണ്ട് അടുത്ത ബഡ്ജറ്റിൽ എന്നൊരു റൂമർ മാർക്കറ്റിൽ പൊതുവേ നടക്കുന്നുണ്ട്. ഇത് എന്തിനാണ് കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ റീറ്റെയിലേഴ്സിനെ ഈ F&O ട്രേഡിങ്ങിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അതായത് അനാവശ്യമായി ട്രേഡ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നഷ്ടം വരുന്നുണ്ട്. 100 പേരിൽ 95% ആളുകൾക്ക് നഷ്ടമാണ് വരുന്നത് എന്നുള്ള ഒരു അനാലിസിസ് വന്നിട്ടുണ്ട്, ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. അത് മുമ്പേ ഉണ്ടത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ പ്രകാരം ആൾക്കാർക്ക് കൂടുതൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്താനാണ് ഗവൺമെൻറ് ആലോചന എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇത് ഒരു ബിസിനസ് ഇൻകമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലാഭം കിട്ടിയാൽ അത് ബിസിനസ് ഇൻകമായിട്ടാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ഇൻകം ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം 8 വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇന്ന് ഈ വർഷം ഒരു 1 ലക്ഷം രൂപ നഷ്ടം ഉണ്ടെങ്കിൽ ഈ 8 വർഷത്തിൽ എപ്പോഴെങ്കിലും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ ലാഭത്തിൽ നിന്ന് ഈ 1 ലക്ഷം കുറച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ മാത്രം ടാക്സ് ഏർപ്പെടുത്തിയാൽ മതി. പിന്നെ എന്താ വെച്ചാൽ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റിൻ്റെ ചിലവ്, മറ്റെന്തെങ്കിലും ലാപ്പ് വാങ്ങിച്ച ചിലവ്, ഇങ്ങനെയൊക്കെ ബിസിനസ് നടത്തുമ്പോൾ എക്സ്പെൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ലാഭത്തിൽ നിന്ന് കുറക്കാൻ പറ്റും. പക്ഷേ ഇതൊരു സ്പെക്കുലേറ്റീവ് ഇൻകമായിട്ട് കണക്കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചെങ്കിൽ, ഇത്തരം നേട്ടങ്ങളൊന്നും നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് കിട്ടൂല. നമ്മൾ ഡയറക്റ്റ് 30% ടാക്സ് ഒറ്റയടിക്ക് പേ ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് ഇന്നിപ്പോൾ 1 ലക്ഷം രൂപ ലാഭം കിട്ടിയാൽ 30,000 രൂപ നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നു. പിറ്റേ ദിവസം 1 ലക്ഷം രൂപ നഷ്ടം വന്നാൽ ആ നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. അതായത് നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് മാത്രം ഗവൺമെൻറ് ടാക്സ് കൊടുക്കുക, മറ്റു നഷ്ടം നമ്മൾ സഹിക്കുക എന്ന രീതിയിലേക്കാവും. ഇത് ഉപയോഗിക്കുന്നത് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളിപ്പോൾ സാധാരണ ഒരു റീറ്റെയിലേഴ്സ് ഈ F&O മാർക്കറ്റിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണം എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ, നമ്മളെപ്പോലത്തെ പലരും എങ്ങനെ ചെയ്യുന്നു, ഈ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വന്നിട്ട് വർഷത്തേക്ക് ഒരു 30 മുതൽ 45% വരെ ലാഭം ഉണ്ടാക്കാം, 45% വരെ ലാഭം ഉണ്ടാക്കുക, സ്വസ്ഥമായി നിൽക്കുക, ഒരു കൂളായ ട്രേഡിങ് മാത്രമേ നമ്മളൊക്കെ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഉണ്ടാക്കിയ ലാഭത്തിൻ്റെ 30% ഓൾറെഡി ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുപോകും. പിന്നെ കുറച്ച് നമ്മൾ ബ്രോക്കർ ചാർജായിട്ട് കൊടുക്കും, പിന്നെ മറ്റ് ചാർജുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൽ തന്നെ അർത്ഥമില്ലാതായി പോകും. ഗവൺമെൻറ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇത് ചൂതാട്ടം പോലെ ഇതിനെ കാണുന്ന ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് എത്ര ടാക്സ് ഏർപ്പെടുത്തിയാലും അത് അവർ ആ ഒരു മൈൻഡിനെ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അവർ ഈ ചൂതാട്ടം പോലെ തന്നെ ഇത് കാണുന്നത്, ബെറ്റടിക്കുന്നു, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അല്ലേ? അങ്ങനെ ഒരാൾ മാർക്കറ്റിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് 30% ടാക്സ് ആയാലും 50% ടാക്സ് ആയാലും അവർ ചെയ്യുന്നതിന് ചെയ്യും. ഇപ്പോൾ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഒരു ചൂതാട്ടം നടത്തുന്നുണ്ടല്ലോ എല്ലാവരും ഇപ്പോഴും, അവിടെ ഒരുപാട് ടാക്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് എന്തായാലും ഇതിലേക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർ വരും. പിന്നെ മാന്യമായി ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും, കുറച്ച് ചെറിയൊരു ഇൻകം മാത്രം നോക്കിയിട്ട് മാന്യമായി ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും, സ്ട്രാറ്റജിയൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളൊക്കെ എങ്ങനെ ട്രേഡ് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും സ്റ്റോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ടിട്ട് അത് പ്ലെഡ്ജ് ചെയ്തിട്ട് ആ ഒരു മാർജിൻ കൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഓൾ ഓവർ നോക്കുന്ന സമയത്ത് നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താനുള്ള കാരണം അതാണ്. അതായത് നമ്മൾ വാങ്ങിച്ചിട്ട് ഷെയറിനായാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. മാത്രമല്ല നമ്മൾ അത് പ്ലെഡ്ജ് ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ചെറിയൊരു ഓപ്ഷൻ സെല്ലിങ്ങോ ചെയ്തിട്ട് ചെറിയ തോതിൽ ലാഭം ഉണ്ടാക്കുക എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ലാഭത്തിലേക്കാണ് ഇവർ ഈ 30% ടാക്സും കൂടി ആഡ് ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ് ഒരു യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന്, അതായത് ഒരു റീറ്റെയിലേഴ്സിനെ രക്ഷിക്കണം, റീറ്റെയിലേഴ്സിന് നഷ്ടം വരരുത് എന്ന് ശരിയായൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ, ഒന്നെങ്കിൽ അതിനൊരു എക്സാം നടത്തുക. ആ എക്സാം പാസ്സായവർക്ക് മാത്രം F&O ട്രേഡിങ്ങിലേക്ക് അനുവാദം കൊടുക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും അത് മാത്രമല്ല, ഇല്ലെങ്കിൽ നമുക്കൊരു ക്യാപിറ്റൽ ഇത്ര വേണം, 5 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് മാത്രം F&O ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം, അല്ലാത്തവർ അനുവദിക്കില്ല എന്ന രീതിയിലൊരു ക്യാപ്പ് വെക്കുക. അപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാം നടത്തുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നതാണെന്നല്ല. അല്ലാതെ ഇത്ര ടാക്സ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ടാക്സ് ഏർപ്പെടുത്തിയെന്ന് ഇപ്പോൾ ടാക്സ് അടക്കുന്നുണ്ട് എന്ന് തന്നെ അറിയാത്ത എത്രയോ പേരുണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. 5,000, 10,000, 15,000 രൂപ കൊണ്ടുവരും, അത് ട്രേഡ് ചെയ്യും, അത് കളയും. പിന്നെ കുറച്ചാളതിൻ്റെ പിന്നെയും വരും 5-10 കൊണ്ട് അതും ട്രേഡ് ചെയ്യും, അതും കളയും. അപ്പോൾ അവരറിയുന്നില്ലേ ടാക്സ് പിടിക്കുന്നതോ പോകുന്നതോ ഒന്നും അറിയുന്നില്ല. അവരൊരു ചൂതാട്ടം പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, സർക്കിൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു സ്ഥിരമായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കില്ല അവർ ട്രേഡ് ചെയ്യുന്നത്. അവർക്കൊരു ബിസിനസ് പോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ടാവും. അവർക്ക് ലാഭം എത്ര കിട്ടി, നഷ്ടം എത്ര വന്നു, ഓരോ ക്വാർട്ടറിൽ അവർ ചെക്ക് ചെയ്തിട്ടുണ്ട് അവർ ലാഭവും നഷ്ടവും. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ സ്ട്രാറ്റജിക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി അവർ പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായി ബിസിനസ് പോലെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് സംബന്ധിച്ച് ഈ ടാക്സ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു എക്സാം വെക്കുക. ആ ഒരു എക്സാം വെച്ചിട്ട് അതിൻ്റെ പാസ്സാവുന്ന ആളുകൾക്ക് മാത്രം F&O ട്രേഡിങ്ങിലേക്ക് പോകാനുള്ള അനുവാദം കൊടുക്കുക.
അല്ലാത്ത പക്ഷേ ഇത് ടാക്സ് ഏർപ്പെടുത്തുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല അതിൽ. പക്ഷേ ഇപ്പോഴും ഞാനിത് എത്രമാത്രം വരുന്നുള്ളതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇങ്ങനെ ടാക്സ് ഏർപ്പെടുത്തുന്നത് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. കാരണം ഇതിങ്ങനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആദ്യം പൂട്ടാൻ പോകുന്നത് ഇവിടുത്തെ ബ്രോക്കർമാരാണ്. പിന്നീട് ബുദ്ധിമുട്ടാവുന്നത് ഗവൺമെൻറ്റിലേക്ക് തന്നെ വരുന്ന ടാക്സും വളരെയധികം കുറയും. അതായത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ചിലപ്പോൾ 30% ടാക്സ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ചെറിയൊരു ഉയർച്ച ഉണ്ടാകുമായിരിക്കും. എങ്കിലും ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഗവൺമെൻറ്റിന് കിട്ടുന്ന ടാക്സും കുറയും, എല്ലാവരും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ. അങ്ങനെ എല്ലാവർക്കും നഷ്ടം വന്ന് റീറ്റെയിലേഴ്സിനെ രക്ഷിക്കാൻ മാത്രം അവരങ്ങനെ കാര്യം ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ 30% പറഞ്ഞ റൂമർ ഇങ്ങനെ നടക്കും. ആ സമയത്ത് അവസാനം വന്ന് പറയും ഒരു 3%, 5% ടാക്സ് ആഡ് ചെയ്യും. ആ സമയത്ത് എല്ലാവരും പറയും ഓക്കെ ചെറിയൊരു ടാക്സ് അല്ലേ എന്നൊരു കൺസെപ്റ്റിൽ വരും. അപ്പോൾ എന്താ ഈ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യില്ല, ഗവൺമെൻറ്റിന് കൂടുതൽ വരുമാനം കിട്ടുകയും ചെയ്യും. അതിനുള്ളൊരു ടെക്നിക്കാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ 30% ആയിരിക്കുമല്ലോ, 3%, 5% ടാക്സ് ആക്കിയിട്ട് അപ്പോൾ ആർക്കും വലിയൊരു തോന്നില്ല. കാരണം ആദ്യം തന്നെ വന്ന് 3% ടാക്സ് പറയുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു അയ്യോ ഇത്രയും ടാക്സ് വന്നു. പക്ഷേ 30% പറഞ്ഞിട്ട് അത് 3% ആക്കുമ്പോൾ എല്ലാവരും അത്രയില്ലല്ലോ ടാക്സ് എന്നൊരു തോന്നും. അങ്ങനെയുള്ളൊരു ഐഡിയ ആണോ ഗവൺമെൻറ് എന്നുള്ളതും കൂടി പറയാൻ പറ്റില്ല. അഥവാ ഇനിയിപ്പോൾ 30% ഒക്കെ നല്ല ടാക്സ് വരികയാണെങ്കിൽ F&O ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ക്ലോസ് ആയിട്ട് എല്ലാവർക്കും സ്വിംഗ് ട്രേഡിങ്ങിലേക്കും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും പോവാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇത്രയും വലിയ ടാക്സ് കൊടുത്തിട്ട് നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു സ്വിംഗ് ട്രേഡിങ്ങോ അല്ലെങ്കിൽ പക്ഷേ സ്വിംഗ് ട്രേഡിങ്ങിൽ കുഴപ്പമെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കാര്യമായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് കൊറോണയ്ക്ക് ശേഷം എപ്പോഴും ഒരു അപ്സൈഡ് മാർക്കറ്റ് നമ്മൾ കണ്ടത്. ഇടയ്ക്കൊരു യുദ്ധത്തിനൊക്കെ ഒന്ന് താഴേക്ക് വന്നു എന്നല്ല, ബാക്കിയെല്ലാം ഒരു അപ്സൈഡ് റാലിയെ കണ്ടത്. ഡൗൺ സൈഡ് റാലിയോ സൈഡ് വേസ് റാലിയോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും പറ്റുന്ന പോലെ എല്ലാവർക്കും ചെയ്യാമെന്നേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ബഡ്ജറ്റ് വരെ ഒന്ന് കാത്തിരിക്കാം, എന്താ തീരുമാനം വരുന്നതെന്നുള്ളത് നോക്കാം.